അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുആന് ചില ഷർത്തുകൾ പറയാൻ. ആ ഷർത്തുകളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം അല്ലാഹുവിന്റെ തൗഹീദ്, റബ്ബ് തആല ഏകനാണെന്നും ആ ഒരുവനായ റബ്ബാണ് എന്റെ റബ്ബെന്നും ബോധിക്കുക മാത്രമല്ല, എന്റെ റബ്ബന്റെ മുമ്പിലുണ്ട് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. എന്നിട്ട് ഉത്തരം കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത്. ഒരു ഒഴിഞ്ഞു കിടക്കുന്ന റൂമിൽ ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വർത്താനം പറയാണ്. ഒരു മനുഷ്യനവിടെ ഇല്ല, ഒരു ഒഴിഞ്ഞു കിടക്കണ എംറ്റി റൂം. നിങ്ങളവിടെ കുറെ കരയുന്നുണ്ട്, എന്തൊക്കെ നിലവിളിക്കുന്നുണ്ട്. എന്താ മനുഷ്യന്മാർ വിചാരിക്കുക? തലക്ക് സുഖമില്ല എന്നല്ല വിചാരിക്കുക. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലേ? ഇയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആരോടൊന്നില്ല, അത് ഒറ്റയ്ക്ക് വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ റബ്ബ് തആല നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മുടെ ഖൽബിന് തോന്നുന്നില്ലെങ്കിൽ നമ്മളും ഈ ഭ്രാന്തന്മാരെ പണിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഉത്തരം കിട്ടുക? നമുക്ക് ബോധിക്കുന്നുണ്ടോ അല്ലാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്ന്? അപ്പോഴല്ലേ ഉത്തരം കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹു നമ്മുടെ കൂടെയാണ് എന്ന് ബോധിക്കുന്നവർക്കാണ് അള്ളാഹു തആല ഉത്തരം കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ എംറ്റി റൂം പോയിട്ട് ഇങ്ങനെ വച്ചിട്ട് പറയുന്ന പോലെ ആര് മുമ്പിലില്ല, പടച്ചവനുണ്ടാ അറിയില്ല, അങ്ങനെ സ്ഥമാരൊക്കെ പറഞ്ഞേക്കുണ്ട്, കിട്ടൂല. അല്ലേ നിങ്ങളുടെ കൺമുമ്പിൽ അള്ളാഹു നിങ്ങൾക്ക് അജായിബുകൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കും, അത്ഭുതങ്ങൾ അള്ളാഹു കാണിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളുടെ ഈമാൻ ഇങ്ങനെ ഗ്രാഫ് കയറി മേലോട്ട് പോകും. ഈമാൻ ഇങ്ങനെ കയറി മേലോട്ട് പോകും. നിങ്ങൾക്ക് അല്ലാഹുവിനെ ജീവിതത്തിൽ ശരിക്കും ബോധിക്കും. റബ്ബ് തആല നിങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്ന വിഷയങ്ങൾക്ക് അല്ലാഹു ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബോധം വരും. എപ്പോ? ഖൽബ് കൊണ്ട് യഖീന് വേണം. ഞാൻ ഇന്നമാ അദ്ഉ സമീഅൻ ഖരീബ, എന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാം കേൾക്കുന്ന അല്ലാഹുവിനെയാണ് ഞാൻ വിളിക്കുന്നത്. ആ റബ്ബിനോടാ ഞാൻ ദുആ ചെയ്യുന്നത് എന്നല്ലാതെ ഒഴിഞ്ഞ റൂമിൽ പോയിട്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ വെറുതെ ഒച്ചുണ്ടാക്കി പോരുന്ന പോലെയല്ല. വെറുതെ ഒച്ച വെച്ച് പോന്നിട്ട് കാര്യമില്ല. ആളില്ലാതെ നമ്മൾ റബ്ബിനോടാ ദുആരക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ വുജൂദ് നമ്മുടെ ഖൽബിൽ വേണം. ഇനി നമ്മൾ അങ്ങനെ ചെയ്തു നോക്കി.